കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് 30 സെക്കൻഡ് കൊണ്ട് അഞ്ചപ്പം ആരോ പണ്ടൊരു സിനിമയുണ്ട്, പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമ പറയും വെള്ളപ്പങ്ങാടിയിൽ വെള്ളപ്പം ചുടുന്ന ഡിം 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 എന്ന് പറയുന്ന പോലെ എളുപ്പല്ല ഇത് പത്മശ്രീയാ, കുറച്ച് പണിയുണ്ട്. അങ്ങനെ ഒരു പത്മശ്രീ നമ്മുടെ നാട്ടിൽ ഒരു പ്രാഞ്ചിയേട്ടൻ, അയാളുടെ പേരാണ് VD സതീശൻ. അയാൾ 30 സെക്കൻഡ് കൊണ്ട് 300 വീടാണ് ഉണ്ടാക്കിയത്. ആദ്യം പറഞ്ഞു കർണാടകയിൽ 100 വീട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞില്ലേ, ആ തന്നു, കിട്ടി. 100 വീട് KPCC പണിയെന്ന് പറഞ്ഞില്ലേ, ആ പണിഞ്ഞു, കിട്ടി. രാഹുൽ ഗാന്ധി 100 വീട് പണിയെന്ന് പറഞ്ഞില്ലേ, 100 വീട് പണിഞ്ഞു, കിട്ടി. അപ്പോ 300 വീട്. ഞങ്ങൾ പറഞ്ഞത് 230 വീടാ, ബാക്കി 70 വീട് എവിടെ? ഇതായിരുന്നു ചോദ്യം. ഈ കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് എന്ന കോൺഗ്രസിന്റെ നേതാവിന് വോട്ട് ചെയ്ത സാധാരണക്കാരോട് ചോദിക്കാനുള്ളത്, ഈ ടി സിദ്ദിഖ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ സർക്കാർ പണിയുന്ന ടൗൺഷിപ്പിന്റെ അടുത്തേക്ക് പോയി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് താഴെ ഒരു കുറിപ്പ് എഴുതി. എന്താ കുറിപ്പ്? ഇവിടെ ഞാൻ പോയിട്ടുണ്ട്, ടൗൺഷിപ്പിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്, സംഭവമൊക്കെ ഗംഭീരാണ്, കുറച്ചും കൂടി വേഗത വേണം. ഏത് സിമന്റ് കൃത്യമായി തേക്കുന്നതിൽ കുറച്ചും കൂടി വേഗത വേണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫേസ്ബുക്കിൽ എഴുതിയത്. എന്താ സംഭവം? ടി സിദ്ദിഖിന്റെ കഴിഞ്ഞകാല പ്രസ്താവനകൾ നമ്മളൊന്ന് നോക്കണം. ടി സിദ്ദിഖിനെ മാതിരിയുള്ള തോല് കണ്ടാമൃഗത്തിന് പോലുമില്ല. ഈ വാർത്തയറിഞ്ഞ് കാസിരംഗ നാഷണൽ പാർക്കിലെ 2 കണ്ടാമൃഗങ്ങൾ ആത്മഹത്യ ചെയ്തു എന്നുവരെ ട്രോൾ പേജായി വന്നത് നമ്മൾ കണ്ടതാണ്. ഇമ്മാതിരി ഉളുപ്പുകെട്ട, ഇമ്മാതിരി ആട്ടിൻതോലിട്ട, ഇമ്മാതിരി വർഗത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവാണോ കൽപ്പറ്റയിലും ഈ കേരളത്തിലെയും സുപ്രധാനമായ പ്രതിപക്ഷമായി നിലനിൽക്കേണ്ടത് എന്ന് ആലോചിക്കാൻ നിങ്ങൾക്കൊരിക്കൽ കൂടി അവസരമുണ്ട്. നോക്കൂ, ഈ കൽപ്പറ്റയിലെ MLA ഈ കേരളത്തിന്റെ മുന്നാകെയായി പ്രഖ്യാപിച്ച ചില പ്രസ്താവനകൾ നമ്മൾ പരിശോധിക്കണ്ടേ? ഇതാ VD സതീശൻ 2025 മാർച്ച് മാസം പ്രഖ്യാപിച്ചു, സർക്കാർ എപ്പോ പണി പൂർത്തീകരിക്കുന്നോ അതിനൊരു ദിവസം മുന്നേ ഈ കേരളത്തിൽ ഞങ്ങൾ KPCC പറഞ്ഞ വീടുകൾ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞവർ, ആ വീട് എവിടെ?